Hello students, now we will go to the second theorem on limits, and the theorem states that if we calculate the limit at a cluster point, it is unique. At a cluster point, the function can have only one limit. Mathematically, if function വേണം, if f from a to r, അതാണ് function, and c is a, and if C is a cluster point of a, is a cluster point CP എന്ന് ഞാൻ എഴുതുകയാണ്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. Cluster point of a, then f can have only one limit at C. Then f can have only one limit at C. Under what conditions a function possesses യുണീക്ക് ലിമിറ്റ് അറ്റ് എ പോയിന്റ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ശരിക്കും അതാണ് ഈ തിയറത്തിൽ ആൻസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം. ഏത് കണ്ടീഷൻസിലാ? ഒരു പോയിന്റിൽ യുണീക്ക് ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ ആ പോയിന്റ് ഫംഗ്ഷന്റെ ഡൊമൈനിന്റെ ഫ്രം എ ടു ആർ, സി ഈസ് എ ക്ലസ്റ്റർ ഡൊമൈനിന്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആയിരിക്കും. ദിസ് ഈസ് എ കണ്ടീഷൻ. ഇഫ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ, ഈ കണ്ടീഷനിലാണ് ഫംഗ്ഷന് ഒരു പോയിന്റിൽ യുണീക്ക് ലിമിറ്റ് ഉണ്ടാവുക. One limit at C means uniqueness at C. Now we move to the proof of the theorem. അപ്പോൾ യുണീക്ക് ലിമിറ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് യുണീക്നെസ് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഫംഗ്ഷൻ പോസസ് ടു ലിമിറ്റ്സ്. അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ്, ഞാനിവിടെ എഴുതുന്നില്ല, ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി. ഒരെണ്ണം ഉള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടെണ്ണം ഉണ്ടായി വന്നാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സ് ഈക്വൽ ടു വേറൊരു ലിമിറ്റ് കൂടെ ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ അതിനെ എൽ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ യുണീക്ക് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൽ ഈക്വൽ ടു എൽ ഡാഷ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എൽ ഈക്വൽ ടു എൽ ഡാഷ്. എല്ലും എൽ ഡാഷും തമ്മിൽ വ്യത്യാസമില്ല, സെയിം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, അതെങ്ങനെയാണ് കിട്ടുക? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ആദ്യത്തെ നിന്ന് ദെയർ എക്സ് ഇസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി, ചെറിയ വ്യത്യാസങ്ങളൊക്കെ നൊട്ടേഷനിൽ വരുത്തേണ്ടി വരും. ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് എക്സ്, എല്ലിലേക്ക് പോകുന്ന പറഞ്ഞിരിക്കുന്നത്, എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സ് എന്ന് പറയുന്നത് എൽ ഡാഷ് ആണ്. അപ്പോൾ അവിടെയും ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഡെയർ എക്സസ്, അത് എൽ ഡാഷിന് വേണ്ടി കണ്ടുപിടിക്കുന്നതാണ്. അത് ഇത് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തതിനെ ഡെൽറ്റ ഡാഷ് എന്നും ഇവിടുത്തതിനെ ഡെൽറ്റ ഡബിൾ ഡാഷ് എന്നും വിളിക്കുവാണ്. ഡെൽറ്റ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്നൊക്കെ വിളിക്കാം, അല്ല ഇതിനെ ഡെൽറ്റ എന്ന് ഇതിനെ ഡെൽറ്റ ഡാഷ് എന്നൊക്കെ വിളിക്കാം. പക്ഷെ നമുക്ക് വേറൊരു ഉദ്ദേശമുണ്ട്, ആ കാരണത്താലാണ് ഡെൽറ്റ ഡാഷ് ഡെൽറ്റ ഡബിൾ ഡാഷ് എന്നൊക്കെ വിളിക്കാൻ പോകും. ഇനി ഇതിന് രണ്ടിനെയും മിനിമം എടുത്തിട്ട് ഇതിനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കാൻ പോവാം. കാരണം കൊണ്ടാണ് ഡെൽറ്റ ഡാഷ് ഡെൽറ്റ ഡബിൾ ഡാഷ് എന്നതിന് നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. സച്ച് ദാറ്റ് എഫ് എക്സിന്റെ ലിമിറ്റ് സിയിൽ, എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ ഡബിൾ ഡാഷിൽ താഴെയാകുമ്പോൾ, ഇവിടെ ഡെൽറ്റ ഡാഷിൽ താഴെയാകുമ്പോൾ ആദ്യത്തെ കേസിൽ എന്ത് സംഭവിക്കും? എഫ് എക്സിന്റെ ലിമിറ്റ് എൽ ഡാഷ് ആണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. എഫ് എക്സ് മൈനസ് എൽ ഡാഷ് മോഡുലസ് എഫ് എക്സ് എൽ ഡാഷും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിന് താഴെയായിരിക്കും. ഈ എപ്സിലോണിനെ ഒക്കെ നമുക്ക് ഗിവൺ എനി എപ്സിലോൺ, അപ്പോൾ ഇത് 0.2 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, 0.2/2 എന്ന് പറഞ്ഞാലും നമുക്ക് എഴുതാം. അപ്പോൾ എപ്സിലോൺ/2നും ഇത് എഴുതാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ പലയിടത്തൊക്കെ ആയിട്ട് അങ്ങനത്തെ കൺസെപ്റ്റുകൾ കണ്ടു കാണും. ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏത് എപ്സിലോണും ഇങ്ങനെ ഒരു ഡെൽറ്റ ഉണ്ട്. അപ്പോൾ എപ്സിലോൺ/2 എടുത്താലും അതിനുണ്ട്. അതിന്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് അവസാനം വരാം. അന്നേരം നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാതായിരിക്കും നല്ലത്. നോ if we select delta equal to, അത് വിളിക്കാൻ വേണ്ടിയാണ് മുമ്പ് ഡെൽറ്റ ഡാഷ് ഡെൽറ്റ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞത്. മിനിമം ഓഫ് ഡെൽറ്റ ഡാഷ് ആൻഡ് ഡെൽറ്റ ഡബിൾ ഡാഷ്. നമുക്ക് ഇവിടെ രണ്ട് നമ്പേഴ്സ് കിട്ടിയല്ലോ. ഇവിടെ എടുക്കുന്ന എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേ എപ്സിലോൺ തന്നെ ഇവിടെയും പരിഗണിക്കാം. ഏത് നമ്പറിനും ലിമിറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരേ നമ്പർ ഒരേ എപ്സിലോണിന് തന്നെ ഈ ഡെഫിനിഷനിലും എഫ് എക്സിന്റെ ലിമിറ്റ് എൽ ആകുന്ന ഡെഫിനിഷനിലും എഫ് എക്സിന്റെ ഡെഫിനിഷൻ എൽ ഡാഷ് ആകുന്ന ഡെഫിനിഷനിലും ഒരേ എപ്സിലോണിന് തന്നെ നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ
എല്ലും എൽ ഡാഷും ആണ്, രണ്ട് ലിമിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് നമ്പേഴ്സ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഒന്നാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സിന്റെ മിനിമത്തെ ഞാൻ ഡെൽറ്റ എന്ന് വിളിക്കുന്നു. ഡെൽറ്റ മിനിമം ഓഫ് ഡെൽറ്റ ഡാഷ് ഡെൽറ്റ ഡബിൾ ഡാഷ്. അപ്പോൾ ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ലെസ് ദാൻ മിനിമം അല്ലേ, ഡെൽറ്റ ഡാഷ് ആൻഡ് ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ്. ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് ആണെങ്കിൽ അപ്പൊ ഇത് നമ്മൾ ആദ്യം വന്ന എഫ് എക്സിന്റെ ലിമിറ്റ് എൽ ആണ് എന്നുള്ളതിൽ നിന്ന് വന്ന ഒരു കൺക്ലൂഷനാണ്. ഇത് എഫ് എക്സിന്റെ ലിമിറ്റ് എൽ ഡാഷ് ആണ് എന്നുള്ളതിൽ നിന്ന് വന്ന കൺക്ലൂഷനാണ്. ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ എല്ലാം എക്സ് നോട്ട് ഈക്വൽ ടു സി ഉണ്ട് കേട്ടോ, എക്സ് സി ആകാൻ പാടില്ല, അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. അല്ലെ 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി എന്ന് ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ലെസ് ദാൻ ഡെൽറ്റ ഡാഷും ആണല്ലോ, ഇംപ്ലൈസ്. അപ്പോൾ ആദ്യം പറഞ്ഞ കൺക്ലൂഷൻ നമുക്ക് എടുക്കാം, മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കൺക്ലൂഷൻ എടുക്കാം. അതേപോലെ രണ്ടാമത്തെ ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ഇസ് എ മിനിമം, ഡെൽറ്റ ഡബിൾ ഡാഷ് എന്നുള്ളതെന്ന് നമ്മൾ രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് പോകും. 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇസ് എ മിനിമം, ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ് എന്ന് നമുക്കിവിടെ ഉണ്ട്, ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടേക്കുക, ഇംപ്ലൈസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡെൽറ്റ ഡബിൾ ഡാഷ് രണ്ടാമത്തേലാണ് വരുന്നത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഡാഷ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നെ രണ്ട് ലിമിറ്റ് ഇല്ല, ഇങ്ങനെ ഒരു ലിമിറ്റേ ഉള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ദാറ്റ് എൽ ഡാഷ് അങ്ങനെ രണ്ടാൾക്കാരില്ല എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒന്നാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ടു പ്രൂവ് ദാറ്റ് എൽ ഈക്വൽ ടു എൽ ഡാഷ്, അതാണ് നമ്മുടെ ഉദ്ദേശം. യുണീക്ക് ലിമിറ്റേ ഉള്ളൂ, ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ അണ്ടർ കണ്ടീഷന്റെ ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ലിമിറ്റ് യുണീക്ക് ആവണം എന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ എൽ ഈക്വൽ ടു എൽ ഡാഷ് എന്ന് പ്രൂവ് ചെയ്യാൻ അവർ തമ്മിലുള്ള വ്യത്യാസം ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. വ്യത്യാസം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, എൽ മൈനസ് എൽ ഡാഷ് മോഡുലസ് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ എന്ത് ചെയ്യും, ഇതും ഉപയോഗിക്കാൻ പോവാം. എൽ മൈനസ് എൽ ഡാഷിനെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യും, എൽ മൈനസ് എഫ് എക്സ് പ്ലസ്, അതവിടെ ഇല്ലാത്തതാ, അപ്പൊ പ്ലസ് എഫ് എക്സ് കൊണ്ടുവന്നതാ, അപ്പോ മൈനസ് എൽ ഡാഷ് എന്ന് കൊടുക്കാം. ഇത് ആദ്യത്തത് എയും രണ്ടാമത്തത് ബിയും ആയിട്ട് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഫോമിലാണ് കിടക്കുന്നത്. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൽ മൈനസ് എഫ് എക്സ് എന്ന തൽക്കാലത്തേക്ക് എഴുതാം, അതിനെ തിരിച്ചു എഴുതാം മോഡുലസ് ആയതുകൊണ്ട്, പ്ലസ് മോഡുലസ് ഓഫ് ബി എഫ് എക്സ് മൈനസ് എൽ ഡാഷ് എന്ന് എഴുതാം. ദിസ് ഇസ് എൽ മൈനസ് എൽ ഡാഷുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിന്റെ നേരെ എഴുതുന്നെങ്കിൽ ഈക്വൽ ടു ആണ്. മോഡുലസ് ഓഫ് എൽ മൈനസ് എഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ തന്നെയാണ് എന്ന് നമുക്കറിയാം. മോഡുലസ് എടുക്കുമ്പോൾ സൈന് പ്രാധാന്യം, പ്ലസ് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ഡാഷ്. ഇത് എൽ മൈനസ് എൽ ഡാഷുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയിരിക്കുന്നത്. തൊട്ട് മുമ്പിലത്തെ സ്റ്റേജുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു എന്നാണ് ശരിക്കും എഴുതേണ്ടത്. അത് സാധാരണ നമ്മൾ ഇതിന്റെ നേരെ എഴുതുമ്പോഴാണ് ആ ഈക്വൽ ടു ഉപയോഗിക്കുക, അല്ലാത്തപ്പോൾ ലെഫ്റ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ലെസ് ദാൻ. ചിലയിടത്തൊക്കെ ഇവിടെ തന്നെ ഈക്വൽ ടു ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ട്, അത് ഓരോ ടെക്സ്റ്റ് അനുസരിച്ചൊക്കെ ഡിഫറെന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഈക്വൽ ടു നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളുടെ ബുക്കിൽ ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതിന് പകരം ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തൊട്ട് പൊക്കത്തിലത് ഇതിനോട് ഈക്വൽ ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി എന്താ, മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ഡാഷ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ. ഇതിന് പകരം അതിനേക്കാളും വലിയ എപ്സിലോൺ എടുത്തു വെച്ചു, ഇവിടെയും അതിനേക്കാളും വലിയ എപ്സിലോൺ എടുത്തു വെച്ചു. എപ്സിലോൺ പ്ലസ് എപ്സിലോൺ 2 എപ്സിലോൺ. അപ്പോൾ ഏത് ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ, എത്ര ചെറിയ, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്, പോസിറ്റീവ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര ചെറിയ എപ്സിലോൺ തന്നാലും അതിനേക്കാൾ ചെറുതാണ് ഈ ഡിഫറൻസ്, മോഡുലസ് ഓഫ് എൽ മൈനസ് എൽ ഡാഷ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ മോഡുലസ് ഓഫ് എൽ മൈനസ് എൽ ഡാഷ് എത്ര ചെറിയ നമ്പർ തന്നാലും, ഇപ്പോൾ നോട്ട് 1 തന്നാലും മോഡുലസ് ഓഫ് എൽ മൈനസ് എൽ ഡാഷ് ലെസ് ദാൻ ദാറ്റ് നമ്പർ. ദാറ്റ് മീൻസ് എൽ ആൻഡ് എൽ ഡാഷ് ആർ സെയിം. എൽ ഈക്വൽ ടു ഇംപ്ലൈസ് എൽ ഈക്വൽ ടു എൽ ഡാഷ്. അത് ഇവിടെ എപ്സിലോൺ എന്ന് കാണാനൊരു ഭംഗിയുണ്ട്. ഇവിടെ എപ്സിലോൺ എന്ന് പറയണമെങ്കിൽ എന്നാ ചെയ്യണം, ഇത് എപ്സിലോൺ ബൈ 2 ആണ്, ഇത് എപ്സിലോൺ ബൈ 2 ആണ്. അതിന് നമ്മൾ ഇവിടെ എല്ലാം മാറ്റം വരുത്തണം. അപ്പോൾ ഇവിടെയൊക്കെ എപ്സിലോൺ ബൈ 2 ആണ്. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, വി നോ ദാറ്റ് എപ്സിലോൺ ബൈ 2 ഗ്രേറ്റർ ദാൻ 0, എപ്സിലോൺ ബൈ 2 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഏത് പോസിറ്റീവ് നമ്പർ തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ഡാഷ് കണ്ടുപിടിക്കാം, ഡെൽറ്റ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എപ്സിലോണിന് പകരം എപ്സിലോൺ ബൈ 2, given epsilon greater than 0, but we find delta dash and delta double dash corresponding to epsilon by 2.
0.2 എന്നൊക്കെ തന്നാലും കണ്ടുപിടിക്കാം, 0.1 തന്നാലും കണ്ടുപിടിക്കാം. അപ്പോൾ 0.2 ആണ് കയ്യിലിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 0.1 given 0.2 we calculate delta dash and delta double dash for 0.1. അതിന്റെ പകുതിക്കാണ് വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടത്തുക. അപ്പോൾ ഇവിടെ ε/2 താഴെ FXL ഡിഫറൻസ് വരുന്ന ഡെൽറ്റ ഡാഷ് കിട്ടും. ε/2 താഴെ FXL ഡാഷ് ഡിഫറൻസ് വരുന്ന ഡെൽറ്റ ഡബിൾ ഡാഷ് നമുക്ക് കിട്ടും. അത് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഇവിടെയും നമുക്ക് ε/2 എഴുതാം, ഇവിടെയും നമുക്ക് ε/2 എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ fx മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എഴുതുന്നതിന് പകരം ε/2 എന്ന് നമുക്ക് എഴുതാം. അത് നമുക്ക് ഈ 2 എപ്സിലോണിന് പകരം എപ്സിലോൺ എന്ന് എഴുതാൻ സാധിക്കുന്ന വിധത്തിൽ ആക്കിയെടുക്കും. അവിടെ 2 എപ്സിലോൺ കിടന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗിവൺ എനി എപ്സിലോൺ 2 എപ്സിലോൺ എന്ന് പറയുന്നത് ചെറിയ നമ്പർ, എത്ര ചെറിയ നമ്പറിനേക്കാളും എൽ ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് താഴെയാണെന്ന് ആർഗ്യൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കാണാനൊരു ഭംഗി. അവസാനം ഇത്തരം റിസൾട്ടുകൾ ലെസ് ദാൻ എപ്സിലോൺ, ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, given any epsilon greater than 0, given any arbitrarily small epsilon greater than 0, എത്ര ചെറിയ നമ്പർ തന്നാലും അതിലും താഴെയാണ് എൽ ഡാഷും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മുടെ 2 എപ്സിലോൺ എഴുതുന്നതിനേക്കാളും ഭംഗി എപ്സിലോൺ ആയതുകൊണ്ട് അത് വരുത്താൻ നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യാം. അത് നിങ്ങൾ ആദ്യം എക്സാമിനൊന്നും ആദ്യമേ എഴുതണമെന്നില്ല, നിങ്ങളിങ്ങനെ എഴുതി പോവുക. അവസാനം 2 എപ്സിലോണിനേക്കാളും നല്ലതാണ് എപ്സിലോൺ എന്നുള്ളതുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ മാറ്റങ്ങൾ വരുത്തുക. അല്ലെ ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് അവസാനം ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ε/2 ഇത് രണ്ടുമാണ് ഇവിടെ, ഇവരെ രണ്ടുപേരെ ഇവിടെ ഉപയോഗിക്കും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ε/2 കിടന്നാൽ നല്ലതാണ് എന്നൊക്കെ ഒരു പഠനം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അക്കാരണം കൊണ്ടാണ് ഇത് ചെയ്യുക. ഇങ്ങനെയുള്ളൊരു ചില റിസൾട്ടുകൾ ഞാൻ നേരത്തെയും വേറെ എവിടെയൊക്കെ ആവശ്യം വന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്തായാലും സീക്വൻസിൽ ഒരുപാട് സ്ഥലത്ത് ഈ തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെന്റിന്റെ കാരണം ഇത് മാത്രമേ ഉള്ളൂ. അത് ഒരു എററൊന്നും അല്ല. ഇവിടെ 2 എപ്സിലോണിനോ 3 എപ്സിലോണിനോ 3/4 എപ്സിലോണിനോ ഒക്കെ കടന്നാലും നമുക്ക് പരിഹരിക്കാം. ഈ തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് അതേപോലെ കടന്ന് ഇവിടെ 2 എപ്സിലോൺ ഇട്ട് നിങ്ങൾ എഴുതി, ഇവിടെ എല്ലാം എപ്സിലോൺ ഇട്ട് എഴുതി എന്നുള്ളതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എല്ലാം ചെയ്യുമ്പോൾ ഒരു ഗെറ്റപ്പ് ലുക്കും ഒക്കെ വേണ്ടേ, അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ, നമുക്കങ്ങനെ അറേഞ്ച് ചെയ്യാൻ അറിയാം. സ്റ്റാൻഡേർഡിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതങ്ങനെ എഴുതുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ സി ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ എന്തിന്റെ ക്ലസ്റ്റർ പോയിന്റാ? എഫ് ഫ്രം എ ടു ആർ. ആ ഫംഗ്ഷന്റെ ഡൊമൈൻ എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ് സി എങ്കിൽ ആ സിയിലെ ഫംഗ്ഷന്റെ ലിമിറ്റ് യുണീക്ക് ആയിരിക്കും. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ലിമിറ്റ് ടു ബി യുണീക്ക് ഫോർ എ ഫംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പഠിക്കുക. ഒരു തീരം പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് മാത്രം പോരാ. അതുകൊണ്ട് ലിമിറ്റ് യുണീക്ക് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് യുണീക്ക് ആകാൻ ലിമിറ്റ് ഏത് പോയിന്റിലാണോ എടുക്കുന്നത് ആ പോയിന്റ് ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയില്ല. എന്തിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ്? ക്ലസ്റ്റർ പോയിന്റ് ഒരു സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. അത് ഏത് സെറ്റിന്റെ ആണ്? ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫംഗ്ഷന്റെ ഡൊമൈൻ എന്നുള്ള സെറ്റിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. അങ്ങനെ ആ തരത്തിൽ അതിനെ മനസ്സിലാക്കി പഠിക്കുക. എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനുശേഷം നിങ്ങൾ നെറ്റ് എക്സാം ഒക്കെ എഴുതാൻ PG ഒക്കെ കഴിഞ്ഞാൽ ആലോചിക്കുക. അപ്പോൾ ഇത്തരത്തിൽ റിയൽ അനാലിസിസ് ഒരുപാട് ആവശ്യമുള്ളതാണ് അത്തരം കാര്യത്തിലേക്ക്. അല്ലെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ലോജിക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു തീറത്തിന്റെ പ്രൂഫ് എന്നുള്ളത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞു എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം. പക്ഷേ ഈ തീറത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് അവസാനം വരെ മാത്തമാറ്റിക്സ് നിങ്ങൾ എന്നുവരെ ഉപയോഗിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അന്നൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് അത്തരം എക്സാംസ് ഒക്കെ പാസ്സാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷനൊക്കെ റിയൽ അനാലിസിസ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇപ്പം നടത്തണം. ആ ഉദ്ദേശത്തിലും കൂടിയാണ് നിങ്ങളെ ഇങ്ങനെ ചിന്തിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ പ്രൂഫിനേക്കാളും ഒരു കണക്കിന് അത്തരം ഇന്റർപ്രിട്ടേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കത്തില്ല. നിങ്ങൾ ഇതിനോടൊപ്പം ഒരു ചെറിയ നോട്ട്ബുക്ക് കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത്തരം റിസൾട്ടുകൾ മാത്രം, പ്രൂഫുകൾ നമുക്ക് പിന്നീട് യൂണിവേഴ്സിറ്റി എക്സാമിന് ആവശ്യം വരും, പിന്നീട് ആവശ്യം വരില്ല. ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. എല്ലാ പേപ്പറുകൾക്കും ചെറിയ കുഞ്ഞു ബുക്കുകൾ എല്ലാത്തിനും ഉണ്ടാക്കിയിരുന്നു. അതിന്റെ തിയറം, റിസൾട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. പ്രൂഫുകൾ ആവശ്യം വരില്ല, പ്രോബ്ലം മെത്തേഡ്സ് ഒന്നും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതൊരു ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പലപ്പോഴും നിങ്ങളെ നേരത്തെയും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലാക്കിയാലേ പിന്നീട് നമുക്ക് ഇതൊക്കെ ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.